ഹലോ ഹായ് ഗൈസ്, നമുക്കൊന്ന് 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ? എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒന്നാണ്. നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും, നമ്മൾ അമ്മമാരൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഗോതമ്പുണ്ടയാണ്. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഒഴിച്ച്, ഗോതമ്പ് മാവ് വെള്ളം ഒഴിച്ച് ഉപ്പ് ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് വയ്ക്കുക. കുറച്ച് തേങ്ങ ശർക്കര എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഏലക്ക ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഏലക്ക കൂടി ചേർക്കാം. ഇനി നമുക്ക് തന്നെ ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് അതിനെ പരത്തി അതിനുള്ളിലേക്ക് നമ്മുടെ ഈ ഫില്ലിങ് വെച്ചിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. എപ്പോഴും ഗോതമ്പുണ്ട ഉണ്ടായിട്ടല്ലേ ഉണ്ടാക്കുന്നത്. കുറച്ച് വെറൈറ്റി പിടിക്കാമെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ കുറച്ച് കൗതുകം തോന്നുന്ന രീതിയിൽ കുറച്ച് ഷേപ്പിലൊക്കെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഹാർട്ട് ഷേപ്പ്, സ്റ്റാർ, ട്രയാങ്കിൾ ഷേപ്പ്, അങ്ങനെ കുറച്ച് ഷേപ്പുകളൊക്കെ വയ്ക്കുന്നുണ്ട്. കുറച്ച് മോമോസിൻ്റെ ഒരു ഷേപ്പിലൊക്കെ ചെയ്യുന്നുണ്ട് ബാക്കി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ അത് കാണുമ്പോൾ ഒരു കൗതുകം തോന്നുമ്പോൾ അവർ കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ കുട്ടികൾ വൈകിട്ടൊക്കെ കുഞ്ഞുങ്ങൾ വിശന്ന് വരുമ്പോൾ സ്കൂളിലൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഫുഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല മധുരം വയ്ക്കാമെങ്കിൽ ശർക്കര ഇത്തിരി കൂടുതൽ വയ്ക്കാമെങ്കിൽ കുട്ടികൾക്ക് അവർ കഴിക്കുമ്പോൾ അവർക്കൊരു മടുപ്പ് തോന്നത്തില്ല. മധുരം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പം കഴിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ അത് നന്നായിട്ട് ഫില്ല് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്കിതുപോലെ എല്ലാം ചെയ്ത് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്യാം. വളരെ ചെറിയ ബോളായിട്ട് ചെയ്യാം, റോളായിട്ട് ചെയ്യാം. അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. കുറച്ച് നേരം മാവ് കുഴച്ച് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആ രീതിക്ക് ചെയ്യാം. ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് മാവ് കൂടെ എടുത്ത് കയ്യിൽ വെച്ച് പരത്തി ആ ഭാഗം ഒട്ടിച്ച് വയ്ക്കാം കേട്ടോ. കാരണം ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇത്രയും ഷേപ്പുകൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ എൻ്റെ മോള് വരുമ്പോൾ വൈകിട്ട് ഇതാണ് കേട്ടോ നോക്കി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടി വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു.